ഹായ്, എൻ്റെ പേര് ഷിൻസി. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒ ഇ ടിയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ടെൻസുകളും അതിൻ്റെ ആക്റ്റീവ് ഫോമും പാസീവ് ഫോമും എന്താണെന്ന് നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്. സോ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഈ ടെൻസുകളും ഇതിൻ്റെ ആക്റ്റീവ് ഫോം പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ഒ ഇ ടി ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ്. ഈ 4 ടെൻസുകളാണ് നമ്മൾ കോമൺ ആയിട്ട് ഒ ഇ ടിയിൽ യൂസ് ചെയ്യുക. സോ ഇതിൻ്റെ ആക്റ്റീവ് ഫോമും പാസീവ് ഫോമും ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇനി എന്താണ് ആക്റ്റീവ് ഫോം അല്ലെങ്കിൽ എന്താണ് പാസീവ് ഫോം? ആക്റ്റീവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സബ്ജക്റ്റിനാണ് കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് നമ്മൾ കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ ആക്റ്റീവ് ഫോമിലാണ് നമ്മൾ പറയുക. കാരണം അവിടെ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആക്ഷൻ ചെയ്യുന്ന ആൾക്കാണ്. അതായത് സബ്ജക്റ്റിനാണ് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി പാസീവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ പാസീവ് ഫോമായിട്ട് യൂസ് ചെയ്യുക. സോ ഒ ഇ ടിയിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പേഷ്യൻറ്റിനാണ്. സോ അവിടെ എപ്പോഴും ആക്ഷൻ ചെയ്യുന്നത് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നേഴ്സസോ ആയിരിക്കും. ഓക്കെ, സോ അവിടെ ആ ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആൾ പേഷ്യൻ്റാണ്. സോ നമുക്ക് ലെറ്ററിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് പാസീവ് ഫോമാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് 4 ടെൻസും അതിൻ്റെ ആക്റ്റീവ് ഫോം എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സിമ്പിൾ പ്രസൻറ്റ്. എന്താണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ്? സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഹാബിച്വൽ ആക്ഷൻ പറയാനായിട്ടാണ്. ഓക്കെ, റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. ഓക്കെ, ഈ 2 സിറ്റുവേഷനിലാണ് നമ്മൾ കോമൺ ആയിട്ട് ഒ ഇ ടിയിൽ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുക. ഇനി എന്താണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ആക്റ്റീവ് ഫോം? ഓക്കെ, അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബ് ഇൻ ദ പ്രസന്റ് ടെൻസ്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വെർബ് ഇൻ ദ പ്രസന്റ് ടെൻസ്. എക്സാമ്പിൾ നോക്കാം. രാജു റൈറ്റ്സ് എ ലെറ്റർ. ഓക്കെ, ഇവിടെ രാജു എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. ഓക്കെ, ഈ സബ്ജക്റ്റ് ഒരു 3rd person സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് വെർബും എങ്ങനെയായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഓക്കെ, ഒരു വെർബിനെ സിംഗുലർ ഫോമിലോട്ട് മാറ്റാനായിട്ട് അതിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ എസ്ഒ ഇ എസ്ഒ ഐ എസ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ രാജു എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ 3rd person സിംഗുലർ ആയതുകൊണ്ട് തന്നെ എസ് ആഡ് ചെയ്ത് റൈറ്റ്സ് എന്നാക്കിയിരിക്കുന്നു. ഓക്കെ, രാജു റൈറ്റ്സ് എ ലെറ്റർ. ഇനി എന്താണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസീവ് ഫോം? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് V3, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. എക്സാമ്പിൾ നോക്കാം. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ രാജു. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ രാജു. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രാജു ആണ്. പക്ഷേ നമുക്കിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ലെറ്ററിനായതുകൊണ്ട് തന്നെ, അതായത് ഒബ്ജക്റ്റിനായതുകൊണ്ട് തന്നെ പാസീവ് ഫോമിൽ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ രാജു. ഓക്കെ, അടുത്ത ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യം ഓൺഗോയിങ് ആണെങ്കിൽ അല്ലെങ്കിൽ ആക്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഫോമാറ്റ് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ഓർ ആർ പ്ലസ് വെർബ് ഇൻ ദ ING ഫോം. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് ഇൻ ദ ING ഫോം. അതായത് രാജു ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. രാജു ഈസ് റൈറ്റിംഗ്. ഇവിടെ രാജു എന്ന് പറയുന്നത് 3rd person സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഈസ് യൂസ് ചെയ്തു. ഈസ് റൈറ്റിംഗ്, റൈറ്റ് എന്ന വെർബിൻ്റെ ING ഫോമാണ് റൈറ്റിംഗ്. രാജു ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇനി എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് ഫോം? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. A letter is being written by Raju. A letter is being written by Raju. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാരയിൽ പറയും he is being discharged today. he is being, ഓക്കെ, ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുക. അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കംപ്ലീറ്റഡ് ആയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ പാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ പ്രസൻറ്റിലും അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അതിൻ്റെ ആക്റ്റീവ് ഫോം നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3, അതായത് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. രാജു ഹാസ് റിട്ടൺ എ ലെറ്റർ. രാജു ഹാസ് റിട്ടൺ എ ലെറ്റർ. ഓക്കെ, ഇനി പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് ഫോം നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ്
being plus past participle. Okay, subject plus has or have, been plus past participle. Okay, a letter has been written by Raju. A letter has been written by Raju. ഓക്കെ, നമ്മൾ ഈ ഒരു ഫോമാറ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടുഡേ പാരഗ്രാഫിൽ അല്ലെങ്കിൽ റീസെൻ്റ്ലി കറൻ്റ്ലി ഇങ്ങനെയുള്ള ഫ്രേസസിനൊക്കെ ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ഫോമാറ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. കാരണം ടുഡേയിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ വേണം പറയാൻ, കാരണം ആ കാര്യങ്ങൾ ഓൾറെഡി കഴിഞ്ഞു പോയതാണ്. പക്ഷേ ടുഡേ പാരഗ്രാഫ് എഴുതുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ഫോമിൽ വേണം എഴുതാൻ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് ഫോം കൂളായിട്ട് യൂസ് ചെയ്യുക. ഇനി ലാസ്റ്റ് വൺ സിമ്പിൾ പാസ്റ്റ്, അതായത് കഴിഞ്ഞു പോയൊരു കാര്യം. കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുക. അതിൻ്റെ ഫോമാറ്റ് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് V2, അതായത് വെർബിൻ്റെ പാസ്റ്റ് ഫോം. രാജു റോട്ട് എ ലെറ്റർ. രാജു റോട്ട്. ഓക്കെ, സോ റൈറ്റ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് റോട്ട്. രാജു റോട്ട് എ ലെറ്റർ. ഇനി സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് ഫോം നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3, അതായത് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. A letter was written by Raju. A letter was written by Raju. Okay, നമ്മൾ OET നമ്മൾ പറയും he was admitted. Okay, he was admitted. That means ഒരാൾ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സ്വന്തമായിട്ട് ഒരാൾക്ക് അഡ്മിറ്റ് ആവാൻ പറ്റില്ല. സോ ഒരാൾ അഡ്മിറ്റ് ചെയ്യുന്നതാണ്. അതിനെയാണ് he was admitted എന്ന് പറയുക. അതായത് സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് ഫോമാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വഴി ഞങ്ങളെ അറിയിക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതലായിട്ടുള്ള ഇൻഫർമേഷനായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുക. താങ്ക്